എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കുറച്ച് സമയം മുമ്പ് നടന്ന കാര്യങ്ങളാണ്. മാത്യു ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യിപ്പിച്ചിരുന്ന ഫേക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മോനെയാണ് നമ്മൾ കാണുന്നത്. ചെയർമാൻ ഷിം ദോഹ്യുക്കിനെ ഷൂട്ട് ചെയ്യുന്നത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഹൻമോനെ. പെട്ടെന്ന് പുറത്തുനിന്ന് എന്തോ സൗണ്ട് കേൾക്കുന്ന രീതിയിൽ മോനെ കേൾക്കുകയാണ്. പുറത്തേക്ക് നോക്കിയ സമയത്ത് മാത്യു വെടിവെച്ചത് കാരണം കാല് അത്യാവശ്യം നല്ല രീതിയിൽ മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു ദോഹ്യുക്കിന്. ദോഹ്യുക്ക് അവിടെ ഹൻമോൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. മോനെ അതിനുശേഷം ദോഹ്യുക്കിനെ അകത്ത് വിളിച്ചിരുത്തി മുറിവൊക്കെ കെട്ടിക്കൊടുക്കുകയാണ്. ദോഹ്യുക്ക് ആ സമയത്ത് മോനയോട് ഒരു കാര്യം ചെയ്യണമെന്ന് പറയുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഹൻമോനെ ഒച്ച വെക്കാതെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന റാഹിയുടെ മുറിയിലേക്ക് ചെന്നിട്ട് റാഹിയുടെ ഫോൺ എടുത്ത് ഫോണിലൊരു സ്പൈവെയർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നതായിട്ടാണ്. അങ്ങനെ ആ സ്പൈ ആപ്പിൻ്റെ സഹായത്തോടു കൂടി ഹൻമോനെയും ദോഹ്യുക്കും റാഹി ഡോക്ടർ ചായയായിട്ട് സംസാരിച്ച കോൺവെർസേഷനും കൂടാതെ മാത്യു ആയിട്ട് സംസാരിച്ച കോൺവെർസേഷനും എല്ലാം കേൾക്കുകയാണ്. അങ്ങനെ അവർക്ക് പ്ലേ ഗ്രൗണ്ടിൻ്റെ കാര്യവും അവിടെയുള്ള മിസ്റ്റർ ബങ്ങിൻ്റെ പൈസയുടെ കാര്യവും ഒക്കെ മനസ്സിലാവുകയാണ്. പ്ലേ ഗ്രൗണ്ടിൻ്റെ സ്ഥലം ഏതാണെന്ന് ദോഹ്യുക്കിന് മനസ്സിലായപ്പം ദോഹ്യുക്ക് ഹൻമോൻ്റെ അടുത്ത് പറയാണ് ആ പ്ലേ ഗ്രൗണ്ട് ദാമിയും അവളുടെ അമ്മയും ആദ്യം ജീവിച്ചിരുന്ന സ്ഥലത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ പ്ലേ ഗ്രൗണ്ടിൻ്റെ കാര്യം സത്യമാണെന്ന് അറിയാനായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് ദോഹ്യുക്ക് അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ദോഹ്യുക്കിനെ കണ്ട സെക്രട്ടറി അവനോട് പറയാണ്, നീ എന്തായാലും ഇവിടെ വരുമെന്ന് എനിക്കറിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മാസ്ക് കഴിച്ച് മാറ്റുകയാണ്. നിൻ്റെ കാര്യം കങ്ങായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കങ്ങിൻ്റെ കാര്യം സെക്രട്ടറിയുടെ അടുത്തുനിന്ന് കേട്ട ദോഹ്യുക്ക് കങ്ങിൻ്റെ കാര്യം അന്വേഷിക്കുകയാണ്. ആ സമയത്ത് സെക്രട്ടറി പറയാണ്, ലാസ്റ്റ് ടൈം ഞാൻ കങ്ങിനെ കണ്ട സമയത്ത് മാത്യുവിനെ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. മാത്യു തന്നെയാണ് മിസ്റ്റർ ലീ എന്നുള്ള കാര്യത്തിൽ കങ്ങിന് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കേട്ട് ദോഹ്യുക്ക് പറയാണ്, അത് ശരിയാണ്, മിസ്റ്റർ ലീ അല്ല മാത്യു. മാത്യു ശരിക്കും സിം ജുൻ സോക്കാണ്. അവൻ തന്നെയാണ് മിസ്റ്റർ ബങ്ങിനെ കൊന്നത്. ഇപ്പോൾ അവൻ ലക്ഷ്യമിടുന്നത് മിസ്റ്റർ ബങ്ങിൻ്റെ ഇവിടെയുള്ള പൈസയിലാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഡോക്ടർ ചായയും നാമും കൂടി പൈസ അടിച്ച് മാറ്റാനായിട്ട് ആ ഒരു പ്ലേ ഗ്രൗണ്ടിൽ രാത്രി എത്തിയിരുന്ന ആ ഒരു സീനാണ്. ആ സമയം ശരിക്കും ആ സെക്രട്ടറി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പകരം ഇവർ വരുന്നത് വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അവർ ഉള്ളിലേക്ക് കയറിയ ഉടനെ തന്നെ അദ്ദേഹം ദോഹ്യുക്കിനെ വിളിച്ച് വിവരം അറിയിക്കുകയാണ്. ദോഹ്യുക്ക് ഹൻമോനിയോടൊക്കെ അതിന് ശേഷം പറയാണ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന്. അങ്ങനെ ദോഹ്യുക്കിൻ്റെ പ്ലാൻ അനുസരിച്ച് തന്നെയാണ് സെക്രട്ടറി ആ ഒരു പൈസ അന്ന് രാത്രി തന്നെ തിരിച്ചു പിടിച്ചിരുന്നത്. ദോഹ്യുക്കിന് അറിയായിരുന്നു ഈ പൈസയുടെ പേരിൽ മാത്യുവും റാഹിയും തമ്മിൽ നല്ല അടി ഉണ്ടാവുമെന്ന്. അങ്ങനെ തന്നെ പിറ്റേ ദിവസം സംഭവിക്കുകയും ചെയ്തു. അതുമാത്രമല്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്തു. അവർക്കറിയില്ലാത്തൊരു കാര്യം ഇതായിരുന്നു, ദോഹ്യുക്ക് ഇതെല്ലാം ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം. ആ ഫോണൊന്നെടുത്ത് നോക്കാൻ പറഞ്ഞ ദോഹ്യുക്ക് മെസ്സേജ് ഇട്ടപ്പോൾ മാത്രമാണ് അവർ ഈ ഒരു പ്ലാനിനെ പറ്റി മനസ്സിലാക്കിയത്. അതിനുശേഷം പ്രസ് കോൺഫറൻസ് നടന്നുകൊണ്ടിരുന്ന സമയത്തെ സീനുകളാണ് നമ്മൾ കാണിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ റിപ്പോർട്ടേഴ്സും ആ ഒരു വീഡിയോയെപ്പറ്റി മാത്യുവിനെയും റാഹിയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരവിടെ നിന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഒരു വീഡിയോ ഡീപ്പ് ഫേക്ക് ടെക്നോളജി യൂസ് ചെയ്തിട്ട് സിം ജുൻ സോക്ക് ഉണ്ടാക്കിയതാണ് എന്നായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പുറം മാറി ദോഹ്യുക്ക് ഇവരെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അവൻ സ്വയമേ പറയാണ്, ഇപ്രാവശ്യം നീ ഒരിക്കലും രക്ഷപ്പെടില്ല സിം ജുൻ സോക്കെന്ന്. ആ വീഡിയോ എത്രയൊക്കെ ഫേക്കാണെന്ന് അവർ പറയുന്നുണ്ടായിരുന്നെങ്കിലും ആ ഒരു ടെൻഷൻ അവരുടെ മുഖത്ത് കാണാൻ തന്നെ ഉണ്ടായിരുന്നു. അവർ വീണ്ടും പറയാണ്, ഈ വീഡിയോ കണ്ട് ഞങ്ങൾ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. മാത്യു പറയാണ്, ചെയർമാൻ ബങ്ങിനെ എനിക്ക് അറിയത്തുകൂടിയില്ല. റാഹി പറയാണ്, എൻ്റെ സ്വന്തം മോളെ കൊന്ന ആളുടെ കൂടെ ഞാൻ കൂടുമെന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു ഒരു ഫേക്ക് വീഡിയോ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് അവർ സ്വയം നല്ല രീതിയിൽ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ പറയുന്നതിലൊന്നും മുഴുവനായിട്ട് വിശ്വസിക്കാൻ റിപ്പോർട്ടേഴ്സിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൽ ഒരു റിപ്പോർട്ടർ ആ സമയത്ത് ചൂണ്ടിക്കാണിക്കുകയാണ്, ഈ വീഡിയോയിൽ ഞങ്ങൾ കണ്ട അതേ ഡ്രസ്സാണ് ഈ നിമിഷം നിങ്ങൾ ഇട്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെ ആ വീഡിയോ ഫേക്ക് ആവും? അതിന് മാത്യു പറയാണ്, സിം ജുൻ്റെ ടെക്നോളജി അത്രയ്ക്കും അഡ്വാൻസ്ഡ് ആണ്. അതിൽ സത്യവേദ കള്ളവേദാന്ന് നമുക്കൊരിക്കലും മനസ്സിലാവില്ല. മാത്യു പറയുന്നത് കേട്ട വേറൊരു റിപ്പോർട്ടർ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസം ജനങ്ങൾ കാണാനിടയായ ചെയർമാൻ ഷിമ്മിൻ്റെ വീട്ടിൽ നടന്ന സംഭവങ്ങൾ, ആ ഒരു വീഡിയോ അതും ഫേക്ക് ആവാനായിട്ടുള്ള സാധ്യതയില്ലേ? ഇതുപോലൊരു വീഡിയോ സിം ജുൻ സോക്കിന് ഉണ്ടാക്കാമെങ്കിൽ ആ വീഡിയോയും സിം ജുൻ തന്നെ ഉണ്ടാക്കിയതാവാനുള്ള സാധ്യതയില്ലേ? ഈ ചോദ്യത്തിന് മാത്യുവിന് ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. പകരം ഉടനെ തന്നെ വേറൊരു പ്രസ് കോൺഫറൻസും ഞാൻ ഓർഗനൈസ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ് രണ്ടുപേരും. അതിനുശേഷം കാണിക്കുന്നത് മൂവി സെറ്റാണ്. അവിടെ വെച്ച് മിസ് ഗോവയുടെ മോളുടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. ഡയറക്ടർ മിഷേലും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് മിസ് ഗോ മാത്യുവിൻ്റെയും റാഹിയുടെയും ആ ഒരു പ്രസ് കോൺഫറൻസ് ഫോണിൽ കാണുന്നത്. ആ സമയം അവർ മനസ്സിലാക്കുകയാണ് മാത്യു തന്നെയാണ് സിം ജുൻ സോക്ക് എന്നുള്ള കാര്യം.
അതേസമയം തന്നെ മിഷേലിൻ്റെ അടുത്തും വേറെ ആരോ വന്ന് പറയാണ് സിംജിൻ സോക്ക് മാത്യു തന്നെയാണെന്ന്. അത് കേട്ട മിഷേലിന് മനസ്സിലാവാണ് മോനിയ പറഞ്ഞത് സത്യം തന്നെ ആയിരുന്നു, മാത്യു തന്നെ യൂസ് ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യം. അതിനുശേഷം മോളെ പുറത്തിറക്കി വിട്ടിട്ട് മിസ് ഗോ മിഷേലിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഈ കാരണങ്ങളെ കൊണ്ട് ഷൂട്ടിങ്ങിന് ഇന്ന് പോകുന്നില്ലല്ലോ അല്ലേ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഷൂട്ടിങ്ങിൻ്റെ കാര്യമാണ് അവർക്ക് പ്രധാനമെന്ന് മനസ്സിലാക്കിയ മിഷേലിന് ഇനിയും മിണ്ടാതിരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മിഷേല് താൻ ജിയയുടെ ചേച്ചിയാണെന്നുള്ള കാര്യം അവിടെ വെച്ച് വെളിപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല മിസ് ഗോ ചെയ്ത തെറ്റുകൾ ഒന്നൊന്നായിട്ട് അവിടെ പറയുകയാണ്. ഇത്രയും നാളും ഞാൻ മിണ്ടാതിരുന്നത് ഹൻമുനി തന്നെ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ദാമിയുടെ മരണത്തിന് പിന്നിലും ജിയയുടെ മരണത്തിന് പിന്നിലും ആരൊക്കെയാണെന്നുള്ള കാര്യം അവളായിട്ട് വെളിപ്പെടുത്തിക്കൊള്ളാമെന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പണി പുറകെ വരുന്നുണ്ടെന്ന് മിഷേൽ പറയാണ്. അതിനുശേഷം ചെയർമാൻ ഷിം അഡ്മിറ്റ് ആയിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് വന്ന മാത്യുവിനെയാണ് കാണിക്കുന്നത്. അവിടേക്ക് ചെല്ലുന്ന മാത്യു ശരിക്കും ഞെട്ടിപ്പോവാണ്. തൻ്റെ ആൾക്കാരെ മുഴുവൻ അവിടെ ആരൊക്കെയോ ചേർന്നിട്ട് അടിച്ചിട്ടിരിക്കുകയായിരുന്നു. കൂടാതെ ചെയർമാൻ ഷിമ്മിനെയും കാണുന്നുണ്ടായിരുന്നില്ല ആ റൂമിൽ. ആരാണിത് ചെയ്തത് എന്ന മാത്യുവിൻ്റെ ചോദ്യത്തിന് അവരിൽ ഒരാൾ മറുപടി കൊടുത്തത് ദോഹ്യുക്ക് എന്നായിരുന്നു. ദോഹ്യുക്കിൻ്റെ പേര് കേട്ട മാത്യുവിന് അതിലും കൂടുതൽ ദേഷ്യം വരികയാണ്. അവിടെ നോക്കുന്ന സമയത്ത് ചെയർമാൻ ഷിമ്മ എഴുതി വെച്ച ഒരു നോട്ടും കൂടി മാത്യുവിനെ കിട്ടുകയാണ്. അതിലിങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്, നിൻ്റെ അമ്മയെ കൊന്ന നിന്നെ അന്ന് തന്നെ ഞാൻ ശിക്ഷിക്കണമായിരുന്നു. ഇതാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ കുറ്റബോധം. ഇത് വായിച്ച് ഞെട്ടിയിരിക്കുന്ന മാത്യുവിൻ്റെ അടുത്ത് മിസ്റ്റർ ഗു വന്നിട്ട് പറയാണ്, ചെയർമാൻ ഷിമ്മ സോങ്ഷൻ ഗ്രൂപ്പിൽ ഒരു പ്രസ് കോൺഫറൻസ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. മാത്യു അത് കേട്ടിട്ട് പറയാണ്, ഏത് വിധേനയും അയാളെ തടയണം, വേണ്ടി വന്നാൽ ദോഹ്യുക്കിനെയും അയാളെയും രണ്ടുപേരെയും തീർത്തേക്ക് എന്ന് ഓർഡർ ഇടുകയാണ്. അതിനുശേഷം ജിൻമോയെ കാണാൻ വരുന്ന ഹൻമുനിയാണ് കാണിക്കുന്നത്. ജിൻമോ ഹന്നയായിട്ട് പുറത്ത് പോയി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മോനെ ഹന്നേനെ അവിടുന്ന് ബലമായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. ജിൻമോ അവളെ തടഞ്ഞതിന് ശേഷം അവിടെ മാറ്റി നിർത്തിയിട്ട് സംസാരിക്കുകയാണ്. ഹൻമുനി പറയാണ്, ഇപ്പോൾ നല്ല അവസരമാണ്, മാത്യുവിനെ ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ല സംശയമുള്ളൊരു അവസരമാണ്. ഈ സമയത്ത് മാത്യുവിൻ്റെ മകളെ പറ്റി ഉള്ള കാര്യങ്ങൾ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ്റെ കള്ളങ്ങളെല്ലാം വെളിയിൽ വരും. പക്ഷേ ജിൻമോ പറയാണ്, ഹന്ന ഒരിക്കലും ഒരു സൈക്കോയുടെ മകളായിട്ട് ജീവിതകാലം മുഴുവൻ അറിയപ്പെടാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഇനി അവൾ മാത്യുവിൻ്റെ മകളാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയെന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ അതിൻ്റെ അർത്ഥം അവൾ കെയുടെ മകളാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. മാത്യു തന്നെയാണ് കെ എന്നുള്ള കാര്യം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ തെളിവില്ല. ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ മാറി ഹന്ന നിൽപ്പുണ്ടായിരുന്നു. ജിൻമോയും ഹൻമോനിയും അവിടേക്ക് തിരിച്ചു വന്ന സമയത്ത് അവിടെ ഹന്നനെ എവിടെയും കാണുന്നുണ്ടായിരുന്നില്ല. ഹന്ന ഇവർ കാണാതെ മനഃപൂർവ്വം മാറിയിരിക്കുകയായിരുന്നു. ഹന്ന അതിനുശേഷം അവളുടെ പോക്കറ്റിലുണ്ടായിരുന്ന പേപ്പറിൽ എഴുതിയിരുന്ന ഒരു നമ്പർ എടുക്കുകയാണ്. ആ നമ്പർ ആരുടെയെന്ന് വെച്ചാൽ വേറെ ആരുടെ ആയിരുന്നില്ല, ഹൻമോനിയുടെ അമ്മയുടെ ആയിരുന്നു. ഹന്നയും ഹൻമോനിയുടെ അമ്മയും ഒരുമിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് അവർ ഹന്നയ്ക്ക് എഴുതി കൊടുത്തിരുന്നതായിരുന്നു തൻ്റെ നമ്പർ. ആ സമയത്ത് ഹന്ന ആ നമ്പറിലേക്ക് വിളിക്കുകയാണ്. അതിനുശേഷം ചെയർമാൻ ഷിമ്മിനെയും കൊണ്ട് പ്രസ് കോൺഫറൻസിലേക്ക് പോകുന്ന ദോഹ്യുക്കിനെയാണ് നമ്മൾ കാണുന്നത്. ചെയർമാൻ ഷിമ്മിൻ്റെ അവസ്ഥ ഒട്ടും തന്നെ മെച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദോഹ്യുക്കിന് അദ്ദേഹത്തെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷേ ചെയർമാൻ ഷിമ്മിൻ്റെ വാശി കൊണ്ട് തന്നെ കോൺഫറൻസിലേക്ക് പോകേണ്ടി വരികയാണ് ദോഹ്യുക്കിന്. അങ്ങനെ മാത്യുവിൻ്റെ ആൾക്കാർ കൊല്ലാനായിട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ ചെയർമാൻ ഷിമ്മിന് ഫംഗ്ഷൻ ഗ്രൂപ്പിലേക്ക് എത്താനായിട്ട് സാധിക്കുകയാണ്. അങ്ങനെ പ്രസ് കോൺഫറൻസിൽ എത്തിയ ചെയർമാൻ ഷിമ്മ റിപ്പോർട്ടേഴ്സിൻ്റെ അടുത്ത് വെളിപ്പെടുത്തുകയാണ്, അതായത് ദോഹ്യുക്കാണ് തൻ്റെ യഥാർത്ഥ മകൻ, അല്ലാതെ സിംജിൻ സോക്ക് അല്ല എന്നുള്ള കാര്യം. സിംജിൻ സോക്ക് ഇപ്പോൾ മാത്യു ആയിട്ടാണ് നിൽക്കുന്നത്. മാത്യു ആണ് തിക്കി തക്കയുടെ ചെയർമാൻ. അതേ ആൾ തന്നെയാണ് സിംജിൻ സോക്ക്. സിംജിന് 16 വയസ്സായിരുന്ന സമയത്ത് ഒരു ചെറിയ ആക്സിഡൻറ്റ് സംഭവിച്ചിരുന്നു. ആ സമയത്താണ് അവൻ എൻ്റെ മകനല്ല എന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിഞ്ഞത്. ഇവിടെ ചെയർമാൻ ഷിമ്മ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന സമയത്ത് മാത്യു തൻ്റെ വീട്ടിലിരുന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കാണുകയാണ്. ഇനി രക്ഷയില്ല എന്ന് മനസ്സിലായ മാത്യു വേഗം തന്നെ മിസ്റ്റർ ലീഡ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തതിന് ശേഷം തൻ്റെ സ്വർണവും പണവും എല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. അതേസമയം ചെയർമാൻ ഷിം ബാക്കിയും കൂടെ കാര്യങ്ങൾ പറയാണ്, അതായത് സിംജിൻ്റെ അമ്മയെ കൊന്നതും അവൻ തന്നെയാണ്. സിംജിൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം. ആ സമയം ഞാൻ അവനെ ശിക്ഷിക്കാതിരുന്നത് ഇതുകൊണ്ടാണ്. പോരാത്തതിന് ദാമിയുടെ കുടുംബത്തെയും കൊന്നത് സിംജിൻ തന്നെയാണ്, തൻ്റെ അഫയർ പുറത്തു വരാതിരിക്കാനായിട്ട്. അതും കൂടാതെ ജിയെ കൊന്നതും ദോഹ്യുക്കിൻ്റെ ഫാമിലിയെ കൊന്നതും ഒക്കെ സിംജിൻ തന്നെയാണ്. അതിനുശേഷം ഒരു റിപ്പോർട്ടർ ചെയർമാൻ ഷിമ്മിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, മാത്യു തന്നെയാണ് സിംജിൻ എന്നുള്ള കാര്യം എങ്ങനെ പ്രൂവ് ആവും എന്നുള്ളത്. അതിന് ചെയർമാൻ പറയാണ്, എൻ്റെ സെക്രട്ടറിയാണ് മിസ്റ്റർ ഗു. മിസ്റ്റർ ഗുവിൻ്റെ മകനാണ് സിംജിൻ സോക്ക്. ചെറുതായിരുന്നപ്പോൾ തന്നെ 2 കുഞ്ഞുങ്ങളെയും അയാൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും ഒരു DNA ടെസ്റ്റ് എടുത്താൽ മനസ്സിലാവും മാത്യു തന്നെയാണ് സിംജിൻ സോക്ക് എന്നുള്ളത്. അതുമാത്രമല്ല സിംജിന് ഒരു ഹെൽത്ത് പ്രോബ്ലം കൂടിയുണ്ട്.
വളരെയധികം സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത് സിംജുൻ്റെ ഫിംഗർ നെയിൽസിൻ്റെ അറ്റത്തുനിന്ന് ബ്ലീഡിങ് സംഭവിക്കും. മാത്യുവിൻ്റെ കയ്യിൽ ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്താലും നമുക്കത് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറയാണ്. ഇത്തരം പറഞ്ഞതിന് ശേഷം ചെയർമാൻ ഷിം അവിടെ വീഴുകയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ ഒട്ടും മെച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, വളരെ മോശമായിരുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് മിസ്റ്റർ ലീ ഉള്ള ഐലൻഡിലെ സീനുകളാണ്. അവിടെ മിസ്റ്റർ ലീ മാത്രമല്ല, ഇപ്പോൾ കങ് ഉണ്ടായിരുന്നു. കങ്ങിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഇപ്പോൾ വളരെയധികം ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു. കങ് മിസ്റ്റർ ലീയുടെ അടുത്ത് പറയാണ്, ബോട്ടിൻ്റെ പണി ഏകദേശം തീർന്നു, പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട് സാധിക്കും. അതിന് മിസ്റ്റർ ലീ നീ തന്നെ പോകണം എന്ന് പറഞ്ഞിട്ട് കങ്ങിനെ നിർബന്ധിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷം മിസ്റ്റർ ലീയെ കൊണ്ട് മാത്യു ഡ്രഗ്സ് ഉപയോഗിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെയധികം മോശമായിരുന്നു. അദ്ദേഹം വളരെയധികം വീക്കായിരുന്നു. അതുകൊണ്ട് തന്നെ കങ്ങിൻ്റെ കൂടെ പോകുന്നില്ല എന്നൊരു തീരുമാനം തന്നെ മിസ്റ്റർ ലീ എടുക്കുകയാണ്. പക്ഷേ കങ് മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതായത് മാത്യുവിൻ്റെ കള്ളത്തരം പുറത്ത് വരുത്തണം എന്നുണ്ടെങ്കിൽ മിസ്റ്റർ ലീയും എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് കങ് ഒരുപാട് നിർബന്ധിക്കുകയാണ്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലെത്തിയ ജിൻമോയാണ് കാണിക്കുന്നത്. കൂടെ ഹൻമോനെ ഉണ്ടായിരുന്നു. ഹന്ന മിസ്സിംഗ് ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാനായിട്ടായിരുന്നു ജിൻമോ വന്നിട്ടുണ്ടായിരുന്നത്. ഹൻമോനെ അത് വേണ്ടാന്ന് ഒരുപാട് പറയുന്നുണ്ടെങ്കിലും ജിൻമോ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ജിൻമോയ്ക്ക് പെട്ടെന്ന് തന്നെ ഹന്നയുടെ കോൾ വരുന്നത്. ഹന്ന പറയാണ്, വളരെ നല്ലൊരു മുത്തശ്ശിയുടെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. എന്നെപ്പറ്റി ഓർത്ത് വിഷമിക്കുകയും വേണ്ട, എന്നെ തപ്പി ഇറങ്ങാൻ വേണ്ട. ഫോൺ വെച്ചെങ്കിലും ജിൻമോയ്ക്ക് ഹന്നനെ തപ്പി പോകാതിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ജിൻമോ പോയതിന് ശേഷം ഹൻമോനെ മനസ്സിൽ പറയാണ്, എന്തായാലും നന്നായി അത് അങ്ങനെ സംഭവിച്ചത്. എന്തായാലും ഹന്നനെ വളർത്താനായിട്ട് എനിക്ക് പറ്റില്ല. പിന്നെ അവൾ ജീവിച്ചിരുന്നാലും മരിച്ചാലും എനിക്കെന്താ എന്ന് പറഞ്ഞിട്ട് ഹൻമോനെ അവിടെ നിന്ന് വെളിയിലിറങ്ങാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ ഹൻമോനിക്ക് മാത്യുവിൻ്റെ കോൾ വരികയാണ്. മാത്യു ദോഹ്യുകിൻ്റെ കാര്യങ്ങൾ ഹൻമോനിയുടെ അടുത്ത് ചോദിക്കുകയാണ്. അതിൽ വലിയ ഇൻട്രസ്റ്റ് കാണിക്കാത്ത ഹൻമോനിയോട് ഓസ്കാർ നേടണം എന്നുള്ള നിൻ്റെ സ്വപ്നം ഞാൻ സാധിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് മോനെ കൊണ്ട് ദോഹ്യുകിൻ്റെ കാര്യങ്ങൾ പറയിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പിന്നീട് നമ്മൾ റാഹിയാണ് കാണുന്നത്. റാഹി തിക്കിത്തക്കയുടെ ഓഫീസിലേക്ക് വന്നിരിക്കുകയായിരുന്നു. അവിടെയുള്ള താനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവിധ എവിഡൻസുകളും നശിപ്പിക്കാനായിട്ടായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. റാഹിയുടെ വീട്ടിൽ ഒരുപാട് റിപ്പോർട്ടേഴ്സ് വന്ന് വളഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ റാഹി നേരെ ഡോക്ടർ ചായയുടെ വീട്ടിലേക്ക് പോവാണ്. അതേസമയത്ത് അവിടെ ഡോക്ടർ ചായയും മിസ് ഗോയും നാമും കൂടി അവിടെ നിന്ന് പാക്ക് ചെയ്ത് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. തന്നെയും കൂടി കൂടെ കൂട്ടണം എന്ന് റാഹി ഒരുപാട് പറഞ്ഞെങ്കിലും അവർ കേൾക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ പക്കലൊരു ബോട്ടുണ്ട്, ആ ബോട്ടിൽ കയറി നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാമെന്ന് റാഹി പറഞ്ഞെങ്കിലും മറ്റുള്ളവർ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ദോഹിക്കിനെയും ജിൻമോയാണ് കാണിക്കുന്നത്. ചെയർമാൻ ഷിം മരിച്ചുപോയി എന്നുള്ള കാര്യം ജിൻമോ ദോഹിക്കിനെ അറിയിക്കുകയാണ്. സിംജുൻസോക്ക് എവിടെയെന്ന് ദോഹ്യുകിൻ്റെ ചോദ്യത്തിന് അറിയില്ല എന്നായിരുന്നു ജിൻമോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പോലീസുകാരൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവൻ എവിടെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു പിടിയില്ല. അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് വളരെയധികം ദേഷ്യത്തിൽ നിൽക്കുന്ന മാത്യുവിനെയാണ് കാണിക്കുന്നത്. മിസ്റ്റർ ഗുവും അവിടെ തന്നെ ഉണ്ടായിരുന്നു. മാത്യു കാര്യങ്ങൾ എല്ലാം മിസ്റ്റർ ഗുവിൻ്റെ തലയിലേക്ക് ഇടുകയാണ്. എന്നിട്ട് പറയാണ്, മര്യാദയ്ക്ക് ഞാൻ അയാളെ അന്ന് രാത്രി തന്നെ കൊന്നേനെ. നിങ്ങൾ പറഞ്ഞിട്ടാണ് ചെയർമാൻ ഷിമ്മിനെ ഞാനന്ന് വെറുതെ വിട്ടത്. അന്ന് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്നൊരിക്കലും ഇങ്ങനൊരവസ്ഥ എനിക്ക് വരില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് മിസ്റ്റർ ലീയെ കൊല്ലണമെന്നും സ്വയം മരിക്കണമെന്നും മിസ്റ്റർ ഗുവിൻ്റെ അടുത്ത് മാത്യു പറയാണ്. DNA ടെസ്റ്റിനായിട്ട് ആരും മിസ്റ്റർ ഗുവിനെ തപ്പി വരരുതെന്ന് മാത്യുവിന് നിർബന്ധം ഉണ്ടായിരുന്നു. വെറും ഒരു സെക്രട്ടറിയുടെ മകനായിരുന്നു താനെന്ന് ഒരിക്കലും ലോകം അറിയാൻ പാടില്ല എന്നൊരു നിർബന്ധം മാത്യുവിനുണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ ഒരാൾ വന്നതിന് ശേഷം മാത്യുവിൻ്റെ അടുത്ത് പറയാണ്, ഹൻമോനെ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഇത് കേട്ട മാത്യുവിന് വളരെയധികം സന്തോഷമാവാണ്. അതിനുശേഷം പറയാണ്, ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം, ആരും എന്നെ ഫോളോ ചെയ്ത് വരണ്ട.